ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. അതിനായി ചിക്കൻ 1 കിലോ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്, അതിലേക്ക് തൈര് 1/4 കപ്പ്, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടീസ്പൂൺ. ഇവ ചേർത്ത് നന്നായി പുരട്ടി 45 മിനിറ്റ് മാറ്റിവെക്കുക. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളിയിൽ നിന്ന് 1 ടേബിൾ സ്പൂണും, പച്ചമുളക് നടുവേ കീറിയത് 2 എണ്ണം, ചുവന്നുള്ളിയിൽ നിന്ന് 1 ടേബിൾ സ്പൂണും, കറിവേപ്പില 1 തണ്ട്, വെള്ളം 1/2 കപ്പ് ഇവ ചേർത്ത് ഇളക്കി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് വേവിച്ച ചിക്കൻ കുറേശ്ശെ ഇട്ട് 5 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ വേവിച്ചെടുത്തതിന്റെ ചാറ് നമുക്ക് പിന്നീട് കറിയിൽ ചേർക്കാം. ചിക്കൻ ഒത്തിരി മൂത്തു പോകരുത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഉരുളക്കിഴങ്ങ് 400 ഗ്രാം കഴുകി വൃത്തിയാക്കി 2 ഇഞ്ച് നീളത്തിൽ മുറിച്ചത് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിലിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. ഇതും കുറേശ്ശെ ഇട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അതേ പാനിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഏലക്ക 2, കറുവപ്പട്ട 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചത്, തക്കോലം 1, കറുവായില 3 എണ്ണം ഇവ ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പച്ചമുളക് മുറിച്ചത് 4 എണ്ണം ഇവയിട്ട് ഇളക്കിയതിന് ശേഷം സവോള 250 ഗ്രാം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ചുവന്നുള്ളി 100 ഗ്രാം നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി 30 ഗ്രാം, വെളുത്തുള്ളി 30 ഗ്രാം ഇവ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. അതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇവയിട്ട് 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തക്കാളി 180 ഗ്രാം ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ചിക്കൻ വേവിച്ച് മാറ്റിവെച്ചിരുന്ന ചാറും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാവുന്നതാണ്. അടുപ്പ് തുറന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാവുന്നതാണ്. അടപ്പ് തുറന്നതിന് ശേഷം നന്നായി ഇളക്കി ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില കുറച്ച്, മല്ലിയില കുറച്ച് ഇഷ്ടമെങ്കിൽ മാത്രം ചേർക്കുക. ഇളക്കിയതിന് ശേഷം നാരങ്ങ നീര് 2 ടീസ്പൂൺ ഇവയും ചേർത്ത് നന്നായി ഇളക്കി ഇതിലേക്ക്
കിഴങ്ങ് വറുത്തതും ചേർത്ത് ഇളക്കി, കിഴങ്ങ് പൊടിയാതെ വേണം ഇളക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മുകളിലായി കുറച്ച് ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.